റിസപ്ഷൻ എങ്ങനെ ഉണ്ടായി? ബ്രോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഡയറ്റൊക്കെ നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു കുറച്ച് നാളായിട്ട്. കാർത്തികേട്ടന്റെ കല്യാണത്തിന്റെ ഫുഡ് എന്തൊരു കിടില് വരുന്നെന്ന് അറിയോ? ഞാൻ പോയി എന്തൊക്കെയോ തിന്ന്, നൂൽ പൊറോട്ട, ചിക്കൻ ഫ്രൈ, പിന്നെന്തായിരുന്നു ബീഫ് ബിരിയാണി അടിച്ച് പെരുക്കി. ഞാൻ 2 മാസം ജിമ്മിൽ കുറച്ചത് ഇന്നലെ തിന്ന് കയറ്റി ഞാൻ. കിടിലം ഫുഡായിരുന്നടാ, പറയാതിരിക്കാൻ വയ്യ. ആ കാറ്ററിംഗുകാരൻ എനിക്ക് പൈസ ഒന്നും തന്നില്ല കേട്ടോ, പക്ഷെ കിടിലം ഫുഡായിരുന്നു. അടിപൊളി സാധനം. അറിഞ്ഞില്ലേ ഞാൻ? ജിമ്മൊക്കെ മറന്നു എവിടെ ചെന്നപ്പോ. ഞാൻ നോക്കിയപ്പോ എന്തൊക്കെയോ വിളമ്പി വെച്ചേക്കണ്. നെയ്യിലിട്ട് വരട്ടിയ ചിക്കൻ 2 കിലോ എന്തോണ് തിന്നത് ഞാൻ തന്നെ 2 കിലോ തിന്ന്, മനസ്സിലായേ? എന്തൊക്കെയോ വാരി തിന്ന്. ഞാൻ ഡയറ്റിന്റെ കാര്യമൊക്കെ മറന്നുപോയി, സത്യം പറഞ്ഞ കാര്യം, സത്യമായിട്ടും. ഞാൻ അടിച്ചു കഴിഞ്ഞ് കൊടുത്തല്ലേന്നോ മനസ്സിലായില്ല. കാർത്തികേട്ടൻ്റെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? എടാ അതിനെപ്പറ്റി ഞാൻ പറയണേ. ഞാൻ ഇരുന്ന് എല്ലാം തിന്ന്, എന്നിട്ട് എല്ലാം തിന്ന് കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് മൈക്ക് കൊണ്ട് തന്നിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ബ്രോ ഒരു റിവ്യൂ പറയണമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ അച്ചാറൊക്കെ ഞാൻ ആരും കാണാതെ പൊതിഞ്ഞുകൊണ്ടൊക്കെ വന്ന് ഇത് ഞാൻ കാർത്തികേട്ടൻ്റെ അടുത്ത് ലൈവിൽ കുറ്റസംഭവം നടത്തുകയാണ്. അത്രയും ടേസ്റ്റ് കിടില ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അടുത്ത ഫുഡ് തീർത്തല്ലേ പിന്നില്ലാതെ. ഇവിടെ ബഹളം കേൾക്കരുത് എനിക്ക്. ഞാൻ ഇവിടെ ലൈവ് ചെയ്തോണ്ടിരിക്കണേ, മനസ്സിലായ? നിന്റെ ഈ കാറ സൗണ്ട് കേൾപ്പിക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കണേ. ചിരിച്ചു കാണിക്കണ എന്തിനു കിടന്ന് അലിക്കണേ? അതൊക്കെ അപ്പുറത്തെ റൂമിൽ, മനസ്സിലായേ? ഇത് ഗെയിമിംഗ് റൂം, എന്റെ റൂമാണ്. ചിരിച്ചു കാണിക്കണം അവന്റെ ശബ്ദം. കോച്ചിറക്കൊക്കെ ആടി കീറി. പണ്ടത്തെ ക്രഷിനെ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അമലാശാരിയെ കണ്ടേന്. അതിലോ കറക്റ്റ് നീ സൂപ്പർ ചാറ്റ് ചെയ്ത് ചോദിച്ചല്ലോടാ, പെണ്ണുമ്പളയും കുഞ്ഞു ഇരിക്കണ സമയത്ത്. പുള്ളിക്കാരുടെ അച്ഛൻ എന്നെ ഒരു നോട്ടം ഉണ്ടായിരുന്നു. അവിടെ 2 വട്ടം ഇരുട്ടുവാക്കിന് എന്നെ അടിച്ചു കൊല്ലാനുള്ളൊരു ശ്രമം ഉണ്ടായി. ഞാൻ കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടതാണ്. പുള്ളിക്ക് എന്തോ ഒരു ദേഷ്യം പണ്ടത്തെ ഇപ്പോഴും മനസ്സിലുണ്ടായത്. മോനെ ബിഗ് ബോസ് നീ പുതിയ പ്രമോ കണ്ടോ? മോഹൻലാൽ വൈറ്റി. ലാലേട്ട പ്ലീസ് ഞാനത് കാണില്ല. കാരണം ലാലേട്ടൻ എന്നെ വിളിച്ചെന്നുള്ളത് ശരിയാണ്, പക്ഷെ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതിന് ലാലേട്ടൻ ഒരുമാതിരി ആ റിപ്ലൈ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ലാലേട്ട. അതുകൊണ്ട് മാത്രം ഞാൻ കാണില്ല, എനിക്ക് താല്പര്യമില്ലേ. സംഗതി ലാലേട്ടൻ വിളിച്ചപ്പോൾ ശരിയാണ്, പക്ഷെ എനിക്ക് എന്തായിട്ടുള്ള തിരക്കൊക്കെ ഇല്ലേ ലാലേട്ടാ. ഇപ്പം കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ. പെട്ടെന്ന് അങ്ങനെ ഞാൻ വന്നാൽ എന്തായാലും 100 ദിവസം നിൽക്കും. 100 ദിവസം എനിക്ക് കുഞ്ഞിനെ വിട്ട് മാറിയിക്കാൻ പറ്റത്തില്ല ലാലേട്ടാ. ഞാൻ അതുകൊണ്ട് അത് കണ്ടില്ല, എനിക്ക് അതിനോട് താല്പര്യം ഇല്ലാതായിപ്പോയി. ഐ എം സോ സോറി. പക്ഷേ അങ്ങനെ ഒരു റിപ്ലൈ അല്ല ലാലേട്ടൻ്റെ സൈഡിൽ ഞാൻ പ്രതീക്ഷിച്ചത്. കാർത്തികേട്ടൻ്റെ റിസപ്ഷനിലെ ബോഡി താങ്കൾ നല്ല എടാ ഡോക്സോജി. എടാ താങ്ക് യു സോ മച്ച് ₹40 സൂപ്പർചാറ്റ്. താങ്ക് യു സോ മച്ച്. അച്ചാറുകളെ എടാ അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയോ? അയ്യോ അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, എന്നെ അച്ചാറുകളെന്ന് വിളിച്ചാലും കുഴപ്പമില്ല. ഞാൻ അത് അത്രയും രുചിയായിരുന്നു ആ സാധനത്തിന്, മനസ്സിലായ? അത്രയും കിടിലൻ സാധനമായിരുന്നു.